കുറേ ആയി നിത്യ വിളിക്കണം. അപ്പോൾ നിത്യൻ്റെ വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണ് ഞങ്ങൾ രണ്ടാളും. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഓളിനെ പിക്ക് ചെയ്ത് ഞങ്ങൾ കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ കയറിയതാണ്. എന്താ വാങ്ങേണ്ടതെന്ന് വലിയ ഐഡിയ ഒന്നുമില്ല. ഒരാൾ വേഗം പിന്നെ ബില്ലടിക്കാനുള്ള സമയം വെക്കുക ആദ്യമേ ഇല്ല. ബില്ലടിക്കുന്നതിന് മുന്നേ പൊട്ടിച്ച് തിന്നലേ. രണ്ടാളും നിത്യൻ്റെ വീട്ടിലേക്ക് പോകാം. നീ എന്താ ബ്ലഡായി? ഇപ്പം ഞാൻ ബ്ലഡായി. ഒരാളെ ഞങ്ങൾ നിത്യക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. ഓക്ക് അറിയില്ല. പോയോക്കാം. സ്പീഡ് പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. കാരണം ഒരു ഹെവി ഡ്രൈവറാണ്. അത് കാരണം 100 മാത്രമേ പോവുള്ളൂ. വണ്ടിൻ്റെ സ്പീഡ് കാരണം കണ്ണ് കാണാൻ പോലും ഭാഗമല്ലേ. കയറണ്ട ഇവിടെ മേലോട്ട് കയറണ്ട. ഇവിടെ സൈഡാക്കിയാൽ പോലും. അങ്ങനെ ഇവിടെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ആണ് ഇവിടെ തന്നെ. ഓളൊരു പട്ടീനെ നോക്കി. പട്ടി ഉണ്ടാവോ? അതാ അവിടെ അത്രയും സ്ഥലം ഉണ്ടായിട്ട് ഞങ്ങൾക്ക് എവിടെ സ്ഥലം വാടക എടുക്കണോ? സർപ്രൈസ് ആയോ മില്ലുമ്മ? ആയോ? അറിയോ? ആരാ മിന്നമ്മ? ഇതൊക്കെ ഫോണ് കണ്ണ്. പിന്നെ മുൻകൂട്ടി പറയാത്തതിനെ കൊണ്ട് ഓള വക ചീത്ത പാർസലായിട്ട് കൊണ്ടുപോകാനും കിട്ടിയായിരുന്നു കേട്ടോ. അടിപൊളി വീടായിട്ടുള്ള വീട്. ഒരു ഇല്ലം പോലുള്ളൊരു സെറ്റപ്പാണ്. നല്ല രസമാണ് കാണാൻ. പിന്നെ നിത്യേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ 4 പേര് ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ഒരു 3-ാമത്തെ വയസ്സ് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത ഫ്രണ്ട്ഷിപ്പാണ്. ഇപ്പോഴും അത് നല്ല അടിപൊളിയായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. മിന്നു വർത്താനം പറഞ്ഞ ഹായ് പറ. ഇല്ലം പോലത്തെ വീട് നല്ല രസമുണ്ട്. മിന്നമ്മ ടാറ്റായിരുന്നു. അപ്പം അത്ര ഉള്ളത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലേക്ക് അങ്ങോട്ട് പോയി.